നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഗ്രിയും റേഡിയൻസും തമ്മിലുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ രണ്ട് ഫോർമുലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഫോർമുല ഡിഗ്രിയെ എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നായിരുന്നു. ദാറ്റ് ഈസ് എക്സ് ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മുടെ ഫോർമുല എക്സ് ഡിഗ്രി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു π/180 റേഡിയൻ. അതായത് തന്ന ഡിഗ്രിയെ നിങ്ങൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് റേഡിയൻ കിട്ടും. സെക്കൻഡ് ഫോർമുല റേഡിയനെ എങ്ങനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ്. വൈ റേഡിയൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഡിഗ്രി മെഷർ. ഇത് ഫോർമുല 1 ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് റേഡിയൻ മെഷറിൽ തന്ന ആംഗിളിനെ എങ്ങനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദി റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദി ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2π റേഡിയൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2π റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫോർമുല വെച്ചിട്ട് സെക്കൻഡ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് റേഡിയനിൽ തന്നതിനെ ഡിഗ്രിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അവിടെ നമ്മൾ ചെയ്യുന്നത് 180/π കൊണ്ട് തന്നിരിക്കുന്ന റേഡിയനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ 2π എന്നാണ് തന്നത്. സോ നമ്മൾ 2πനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കിവിടെ പയ്യും പയ്യും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇരുന്നുണ്ടാവും 2 × 180 വിച്ച് ഈസ് 360. സോ അത്രയും ഡിഗ്രി ആയിരിക്കും 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ. മീൻസ് 2π റേഡിയൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രിയിൽ കിട്ടും. ഇനി നമ്മൾ മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ്. സെക്കൻഡ് പ്രോബ്ലം 2π/15 റേഡിയൻ. 2π/15 റേഡിയൻ. സോ ഇതിനെ നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 180/π. ഇവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പൈ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് പൈ ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ 15ൻ്റെ 3 ഫാക്ടറാണ് 5 ടൈംസ്. 180ൽ 3 ഫാക്ടറാണ് 360 × 3 180. സോ നമ്മുടെ ഫൈനൽ ആൻസർ 60 × 2 120. സോറി 18. നമുക്കിവിടെ 5ഉം കട്ട് ചെയ്യാം. 5നെ 60 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 കിട്ടും. സോ 12 × 2 24 കിട്ടും. സോ 2π/15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 24 ഡിഗ്രി ആയിരിക്കും. സോ അത്രയേ ഉള്ളൂ ആ പ്രോബ്ലം ചെയ്യാൻ. ഇനി നമുക്കൊരു നെഗറ്റീവ് ആംഗിളിൻ്റെത് ഡിസ്കസ് ചെയ്യാം. സേ -3 റേഡിയൻ. ഇതും ചെയ്യുമ്പോൾ നമ്മൾ സെയിം ഫോർമുല കൊടുക്കുന്നു, നെഗറ്റീവ് അവിടെ പുറത്തിടുന്നു, അത്രയേ വ്യത്യാസമുള്ളൂ. സോ -3 അവിടെ ഇട്ടു. നമ്മുടെ ഫോർമുല വെച്ചിട്ട് 180/π കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയും ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ റേഡിയൻ മെഷറിൽ പൈ ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ പൈ ഉണ്ടായിരുന്നു, ഇവിടെയും പൈ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താഴെ വരുന്ന ഈ ഫോർമുലയിൽ നിങ്ങൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ വരുന്ന പൈയും ഈ പൈയും ക്യാൻസലായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ കേസിൽ പൈ താഴെയാണ് വരുന്നത്. അപ്പം പൈ താഴെയല്ല, മീൻസ് ഇവിടെ നിങ്ങൾക്ക് കാണേണ്ടതിൽ 3 എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ പൈ എന്നുള്ളത് ഇവിടെ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാൻസലേഷൻ പോസിബിൾ അല്ല. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ പൈ എന്നുള്ളത് വാല്യൂ ആയിട്ട് കിടക്കും. അപ്പോൾ അതിനെ നിങ്ങൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആക്കാൻ വേണ്ടി പൈക്ക് നിങ്ങൾ പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പൈ ഇസ് എ റാഷണൽ നമ്പർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പൈക്ക് 22/7 എന്നുള്ള 3.14നേക്കാളും അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നിങ്ങൾ 22/7 പൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കേസിൽ. അപ്പോൾ ഇതെന്താവും? ദിസ് ഇസ് ഈക്വൽ ടു
3 into 180 by പൈക്ക് നിങ്ങൾ 22/7 ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഈ 22/7 റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് -3 into 180 into 7/22 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 3 into 180 into 7 ചെയ്തിട്ട് 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -171.82 ഡിഗ്രി എന്ന് വരും. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.